അങ്ങനെ മൂന്നാം സെമസ്റ്റർ പരീക്ഷകളുടെ വാലുവേഷൻ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. ബാർകോഡ് അധിഷ്ഠിത പരീക്ഷകളുടെ മൂല്യനിർണ്ണയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലും പല വിദ്യാർത്ഥികൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടാതെ പോയിട്ടുണ്ട്. ദെൻ ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പകുതിയായിട്ട്, അതായത് സ്ഥലം തികയാത്തതുകൊണ്ട് ബാലൻസ് ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് വേറെ പേജിൽ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ മുൻപത്തെ വീഡിയോസിൽ ഷെയർഡാണ്. ഇങ്ങനെ ചെയ്യരുത്. അത്യാവശ്യം പ്ലാൻ ചെയ്ത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് നഷ്ടപ്പെടാതെ കിട്ടുമെന്ന്. ദെൻ പലരും മെയിൻ പോയിൻറ്റ്സിൻ്റെ താഴെ അണ്ടർലൈൻ ചെയ്തിട്ടില്ല. ദെൻ മൈൻഡ് മാപ്പിങ്ങോ കോൺസെപ്റ്റ് മാപ്പിങ്ങോ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് പോലെ ഒന്നും വരച്ചിട്ടില്ല. ഇതൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടാവുന്ന എഡ്ജ് പോയിൻറ്റ്സ് ആണ്. കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഇനിയുള്ള പരീക്ഷകൾ വരുമ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബാർകോഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിസൾട്ടുകൾ വരും. പക്ഷേ ഓർക്കുക, രണ്ടാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നിട്ടില്ല. അതിനുശേഷമായിരിക്കാം മൂന്നാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വരിക. സോ ആദ്യം രണ്ടാം സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് വരുന്നു, ദെൻ മൂന്നാം സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട്. അങ്ങനെയാണ് വരേണ്ടത്. നമുക്ക് കാത്തിരിക്കാം. എനിവേ, മൂന്നാം സെമസ്റ്ററും രണ്ടാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് ഈ മാസം നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ അറിയിപ്പിനായി നമുക്ക് കാത്തിരിക്കാം. കിട്ടുന്നവർക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.